ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, മരണപ്പെട്ടു പോയ കലാകാരനായിട്ടുള്ള കൊല്ലം സുധിയുടെ 2 മക്കൾക്ക് വീട് വെക്കാനായിട്ട് സ്ഥലം നൽകിയ ബിഷപ്പിനെ എല്ലാവർക്കും അറിയാമായിരിക്കും. അദ്ദേഹമാണ് ആ കുട്ടികൾക്ക് വീട് വെക്കാനായിട്ട് 7 സെന്റ് സ്ഥലം ഇഷ്ടദാനമായിട്ട് നൽകിയത്. അതിനുശേഷമാണ് അവിടെ ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയും കുറച്ച് ആൾക്കാരോട് ചേർന്നിട്ട് വീട് വെച്ച് നൽകിയത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ബിഷപ്പിനെതിരായിട്ട് ഇപ്പോൾ രേണു സുധിയുടെ കുറച്ച് ഫ്രണ്ട്സും ചേർന്നിട്ട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തെ മോശക്കാരനാക്കുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് സജീന എന്ന് പറയുന്ന ഒരു വ്ലോഗ് ചെയ്യുന്ന സജീന വ്ലോഗ്സ് എന്ന് പറയുന്ന ചാനലിലൂടെ പല പ്രാവശ്യം ഈ ബിഷപ്പിനെ കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്ത് തെറ്റാണോ ചെയ്തത്? ആ കുട്ടികൾക്ക് വീട് വെക്കാനായിട്ട് 7 സെന്റ് സ്ഥലം നൽകി എന്നുള്ളൊരു തെറ്റ് അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. അതിന് അദ്ദേഹത്തെ പറയുന്ന വൃത്തികേടുകളും പുരോഹിതനാണെന്ന് പോലുള്ള ഒരു പരിഗണന പോലും കൊടുക്കാതെയാണ് ആ ഒരു പുരോഹിതനെ കുറിച്ച് പറയുന്നത്. എന്തായാലും സജീന ഈ ബിഷപ്പിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, ഒന്ന് കാണാം. അപ്പോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ബിഷപ്പിന് വീഡിയോ ആയിട്ട് തന്നെയാണ്. കാരണം അച്ഛൻ ഒരു തരത്തിൽ അടങ്ങത്തുമില്ല ഒതുങ്ങത്തും ഇല്ല എന്നാണ് പറഞ്ഞ് വാശിയെടുത്തിരിക്കുക. വീഡിയോ ഞാനും ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോ അച്ഛന്റെ ഈ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാൻ വീണ്ടും ചോദിക്കുവോ, വിവരം കെട്ട അച്ഛന് ഒരല്പമെങ്കിലും വിവരമോ ബുദ്ധിയോ ഉണ്ടോ? താങ്കൾ വേറൊരു ഡയലോഗ് പറഞ്ഞു, അതെന്താണ് അച്ഛൻ ഉദ്ദേശിക്കുന്ന പേഴ്സണൽ ആവശ്യം? നിങ്ങൾ ഏത് തരത്തിലാണ് ഉദ്ദേശിച്ചതെന്ന് ഒന്ന് വ്യക്തമാക്കി തന്നാൽ വളരെ ഉപകാരമായിരിക്കും. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇമാജിൻ ചെയ്യും കുറെ കാര്യങ്ങൾ. ആര് പറഞ്ഞു സ്ഥിരതയുള്ളതാണെന്ന്? താങ്കൾ മാത്രം പറഞ്ഞാൽ മതിയോ? ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് സ്ഥിരതയില്ലാത്ത ആള് തന്നെയാണ് താങ്കൾ. സത്യത്തിന് വേണ്ടി അങ്ങ് വാദിക്കുന്നത് താങ്കൾ എന്ത് നീതിയാണ് ബാക്കിയവർക്ക് കൊടുക്കാൻ പോകുന്നത്? സത്യത്തിനും നീതിക്കും വേണ്ടി വാദിക്കുമെന്ന് പറഞ്ഞല്ലോ. താങ്കള് സത്യവും നീതി ഇല്ലാത്ത ഒരാളാണ്. സത്യവും നീതിയും നീതി കിട്ടേണ്ടുന്നത് എവിടെന്നാ? ദൈവത്തിന്റെ അടുക്കൽ നിന്നാ. അതിന് നമ്മൾ എന്താ വേണം? സത്യമായിട്ട് ജീവിക്കണം. ആ നീതി താങ്കൾക്ക് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ ഭാഗത്ത് ഏറ്റവും വലിയ തെറ്റുണ്ടെന്ന് തന്നെയല്ല അതിനർത്ഥം. തന്റെ പ്രവൃത്തി തന്നെയാണ്. അപ്പൊ താങ്കൾക്ക് നീതി വേണമെങ്കിൽ നന്മയും സത്യവും ചെയ്ത് ജീവിച്ച കർത്താവിന്റെ ഭാഗത്തുനിന്ന് നീതി ലഭിക്കും. അതായത് താങ്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു അനുഗ്രഹം കിട്ടും കേട്ടാ. ഇതൊക്കെ താങ്കൾ പറഞ്ഞ സമൂഹത്തിന് കൊടുക്കേണ്ടെന്നാ ഞാനിത് പറഞ്ഞു നിൽക്കുന്നത്. ഒരു വൈദികം പറയേണ്ടതാണ്. ഓക്കെ, സ്വയം പ്രഖ്യാപിത അച്ഛനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് അച്ഛനായിട്ട് വേറെ ഒരു സഭയിലോട്ടും ആരും ഇൻവൈറ്റ് ചെയ്തിട്ട് പോലുമില്ല. ഒരു വിഡ്ഢിയായിട്ട് ഇരുത്താൻ കർത്താവ് തീരുമാനിച്ചത്. അയ്യോ എന്റെ പൊന്നു ബിഷപ്പേ, ഇനി ഒരു മനുഷ്യരെ അങ്ങ് സഹായിക്കരുതേ പ്ലീസ്. ഒരു വൈദികന്റെ യാതൊരുവിധ ക്വാളിറ്റി ഇല്ലാത്ത ഒരു വ്യക്തിയാണ് താങ്കൾ. താങ്കൾ ഇതെല്ലാം ഇതിനപ്പുറം ചെയ്യുമെന്നുള്ളത് ഫുള്ള് മനസ്സിലായിട്ടുണ്ട്. അയ്യോ എന്റെ പൊന്നച്ചോ, അച്ഛനല്ലെന്ന് പറഞ്ഞു. ഇത് സ്വയം പ്രഖ്യാപിത ബിഷപ്പാണ്. കാരണം ഒരു പള്ളിയിലോ അച്ഛനായിട്ടില്ല, വൈദികനായിട്ടില്ല, ഒന്നുമില്ല. സ്വന്തമായിട്ട് 10 ആളെ കൂട്ടി സ്വന്തമായിട്ട് വൈദികനാണെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക. ഒരു കുരിശും കൈ പിടിച്ചുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ഇരിക്കുക. ഇനിയെങ്കിലും കുറച്ചൊക്കെ അങ്ങ് ഒതുങ്ങച്ചോ. നാട്ടുകാരുടെ മുന്നിൽ അച്ഛനൊരു പരിഹാസപാത്രം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അച്ഛനൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഓക്കെ, അച്ഛനൊന്ന് ശ്രദ്ധിക്കച്ച. അവരവരുടെ ജീവൻ അവർക്ക് വലുത് തന്നെയാണ്. കർത്താവിന്റെ അടുത്തൊന്ന് പ്രാർത്ഥിക്കും. അച്ഛോ കർത്താവെ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് പുറത്ത് തരണേ എന്നൊന്ന് പ്രാർത്ഥിക്കും. അപ്പൊ അച്ഛന്റെ ഒരു കെയറിങ് വൈദികനായ താങ്കൾക്ക് കാണും. അച്ഛൻ കുറെ അന്യായങ്ങൾ ചെയ്യുന്നുണ്ട്. അച്ഛൻ ചെയ്യുന്ന മൊത്തവും അന്യായമാണ്. എല്ലാരും കണ്ടല്ലോ ആ ഒരു പുരോഹിതനെ കുറിച്ച് ഒരു സ്ത്രീ പറയുന്ന വാക്കുകൾ. അദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ കാലത്ത് ആരും ചെയ്യാത്തൊരു പ്രവൃത്തിയാണ്. ഒരു 10 രൂപ പോലും മുതൽ മുടക്കില്ലാതെ ആ 2 കുഞ്ഞുങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി 7 സെന്റ് സ്ഥലം ഇഷ്ടദാനമായി നൽകി എന്നൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. അതിന്റെ പേരിൽ ഇന്ന് ആ ഒരു പുരോഹിതനും അദ്ദേഹത്തിന്റെ കുടുംബവും കേൾക്കുന്ന വൃത്തികേടുകൾ, ചീത്തകൾ, ഇവർക്കൊക്കെ ഈ ഒരു പുരോഹിതനെ ഈ ഒരു രീതിയിൽ സമൂഹത്തിന് മുന്നിൽ മോശക്കാരനാക്കാൻ എന്ത് ഒരു റൈറ്റ്സ് ആണുള്ളത്? ഇപ്പൊ ഈ രേണുവിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പുരോഹിതൻ അവർക്ക് വേണ്ടി നല്ല കാര്യമാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ സ്ഥലം അദ്ദേഹം ആ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇഷ്ടദാനമായി നൽകി. അവിടെ നല്ലൊരു വീട് ഫിറോസും അതുപോലെ കുറെ വ്യക്തികളും ചേർന്നിട്ട് നല്ലൊരു വീട് അവർക്ക് വെച്ച് നൽകി. വീട് മാത്രമല്ല, ആ വീട്ടിലേക്കുള്ള സാധന സാമഗ്രികൾ ഉൾപ്പെടെ അവർക്ക് വെച്ച് നൽകി. അത് മാത്രമേ ചെയ്തുള്ളൂ. അതിന്റെ പേരില് രേണു സുധിയും അവരുടെ സുഹൃത്തുക്കളും ചേർന്ന് ആ ഒരു പുരോഹിതനെ സമൂഹത്തിന് മുന്നിൽ വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ വൃത്തികെട്ട രീതിയിലാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം ഒരു പുരോഹിതനല്ല, സ്വയം പ്രഖ്യാപിത അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏതൊക്കെ രീതിയിലാണ് ആ ഒരു മനുഷ്യനെ നാണം കെടുത്തുന്നത്. അപ്പൊ ഈ ഒരു സ്ത്രീക്കെതിരായിട്ട് ഈ ബിഷപ്പ് കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് അറിയാം ഈ കേസും കാര്യങ്ങളൊക്കെ എങ്ങനെയാകും. കാരണം ഇതൊരു സാധാരണ വ്യക്തിയല്ല. അദ്ദേഹം ഒരു പള്ളിയിൽ അച്ഛനാണ്, ഒരു പുരോഹിതനാണ്.
അദ്ദേഹം ചെയ്തൊരു നല്ല പ്രവൃത്തിയാണ് ഇവർ ഈ ഒരു രീതിയിൽ സമൂഹത്തിന് മുന്നിൽ അദ്ദേഹത്തെ ഇങ്ങനെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം രേണുസുതി എന്താ പറയുക, എല്ലാം കേട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കും പുച്ഛം തോന്നുകയാണ്. കാരണം എത്രയൊക്കെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന സ്ത്രീയാണ്, അല്ലെ ഭർത്താവ് മരിച്ചതിന് ശേഷം പൊരുതി കുടുംബം നോക്കുന്ന, കുട്ടികളെ നോക്കുന്ന, ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന സ്ത്രീയാന്ന് പറഞ്ഞാലും ഈ പുരോഹിതനോട് ഈ ചെയ്യുന്ന ക്രൂരതയ്ക്ക് അതിനുള്ള ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും. ഇപ്പൊ ഫിറോസിനെ ഇവര് കുറ്റം പറയുന്നത് എന്തിന്റെ പേരിലാ? ഫിറോസ് വീട് വെച്ച് നൽകിയത് നല്ല, അതായത് ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടല്ല വീട് വെച്ച് നൽകിയത്, ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ കൊണ്ടാണ് വീട് വെച്ച് നൽകിയത്, അതുകൊണ്ട് തന്നെ വീട് പൊട്ടിപ്പൊളിയുന്നു, വീടിന് ഡാമേജ് ഉണ്ട് എന്നൊക്കെ ഫിറോസിനെ കുറിച്ച് പറയുന്നതിൽ പിന്നെ നമുക്ക് ഇച്ചിരിയെങ്കിലും കാര്യമുണ്ട് എന്ന് ഓർക്കാം. പക്ഷെ ഈ ഒരു ബിഷപ്പ് അദ്ദേഹം എന്ത് തെറ്റാ ചെയ്തത്? ആ സ്ഥലം ഇഷ്ടദാനായിട്ട് നൽകിയതോ? ഒരു സൗകര്യവും കൊടുക്കാതെ ആ സ്ഥലം കൊടുത്ത അന്നു മുതൽ ഈ ബിഷപ്പിന് കഷ്ടകാലം തുടങ്ങി. ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം, അർഹതയില്ലാത്തവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. ഇതിന്റെ പേരിൽ ആ ഒരു ബിഷപ്പ് ഇനി ആരെയും സഹായിക്കാൻ പോലും മുതിരത്തില്ല. കാരണം അദ്ദേഹം ഇങ്ങനെ ഒരു നല്ല പ്രവൃത്തി ചെയ്തിട്ട് ഇതുപോലെ സമൂഹത്തിന് മുന്നിൽ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പൊ മാത്രമല്ല, ഇതിനു മുന്നേയും ഒരുപാട് സഹായങ്ങൾ, ഒരുപാട് ആൾക്കാരെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന്റെ പേരിലാണ് ഈ 2 കുഞ്ഞുങ്ങൾക്കും ഇങ്ങനെ ഒരു സഹായം ചെയ്തത്. പക്ഷെ ഈ സജീനയെ പോലുള്ളവരൊക്കെ വന്നിരുന്നിട്ട് ആ ഒരു ബിഷപ്പിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? ഇപ്പം അവക്ക് വേണ്ടി എനിക്ക് ഫൈറ്റ് ചെയ്യാൻ തോന്നിയെടുത്തെല്ലാം ഞാൻ ഫൈറ്റ് ചെയ്യും. വേറൊരു കാര്യം ഞാൻ ഇവിടെ പറഞ്ഞേക്കാം. ഞാൻ ഒരു ട്രാജഡി ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, രേണുസുതിക്കെതിരെ ഇട്ട ബിഷപ്പിന്റെ വീഡിയോയ്ക്ക് ഞാൻ മെൻഷൻ ചെയ്ത വീഡിയോ ഇട്ടില്ലേ? ബിഷപ്പ് അല്ലേ ബിഷപ്പാമ്പ്. അത് തന്നെ ഞാൻ പറഞ്ഞ ആ ബിഷപ്പ് ഇന്നലെ ആ സ്ഥലത്ത് നോക്കിയ സാർ ഇതെല്ലാം ഇതിനപ്പുറം പറയുന്നു. അപ്പൊ എന്താ വീഡിയോ ഞാൻ എന്താ മൊത്തം അഭിനയിച്ചു ഏതാ ചേട്ടാ ഞാൻ വന്നു, ഞാൻ അടിക്കുന്ന ഒന്നും ഇതൊക്കെ ഒരു പള്ളിരസം കാണിക്കേണ്ടുന്ന ആക്ഷനൊക്കെയാണ്. ഞാൻ ഇതെല്ലാം പഴയ ബിഷപ്പാമ്പ് എന്ന് പറഞ്ഞാൽ നീ പിന്നെ അനുഭവിച്ചു കൂടുതലൊന്നും അനുഭവിക്കാനേ ബിഷപ്പാമ്പ്